തനുവായിട്ടുള്ള ഏജ് ഡിഫറൻസ് എത്രയാ? Around 18 now? Yeah, I know. എനിക്കൊരു പ്രായപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി എന്നെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ അവർ രണ്ടാമതൊരു കുട്ടിയും കൂടി ആവാൻ ഓർത്ത് കാണും. ശരിക്കും അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നെ ലേറ്റ് 30s-ലും ഏർലി 40s-ലുള്ള പ്രഗ്നൻസി വളരെ കോമണാണ്. ഞങ്ങൾക്ക് ചെറിയ ഫിയർ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം സ്മൂത്തായി പോയി. അവര് കലാപരിപാടി തുടങ്ങിയെന്നാ തോന്നണേ. കുടിക്കുവോ? ആ, ഇടയ്ക്കൊക്കെ ഭാസ്കറിനൊപ്പം വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുമ്പോൾ. നിങ്ങൾക്കിതൊക്കെ ആറാമല്ലേ? ചേച്ചി കുടിക്കുമോ? വല്ലപ്പോഴൊക്കെ. വിശ്വേട്ടൻ ഒറ്റയ്ക്ക് കുടിക്കുമ്പോഴേ കമ്പനിയൊക്കെ കൊടുക്കും. അപ്പം നമുക്കൊന്ന് പോയാലോ? ഓ നിങ്ങളൊക്കെ എത്തണം. ചേച്ചിയെ ആ മീൻ വറുത്തായ അങ്ങോട്ട് കൊണ്ടുവരണേ. യുനോ ഞാൻ നിഖിലിനെ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു യു ദിസ് മലയാളം കുറച്ച് കച്ചറിയാം ടൈപ്പ് ഓഫ് ഗൈ. What's that? അറിയില്ല, TNR I think. Oh, but my Malayalam is pretty decent. അല്ലേ? പ്രത്യേകിച്ച് നാട്ടിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക്. See? അച്ഛനമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അവരെന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. And the funny part is ഉമ്മച്ചിയുടെ മലയാളം എന്നേക്കാളും മോശം. വീട്ടിൽ മലയാളമാണോ സംസാരിക്കല്? വീട്ടില് അച്ഛനമ്മയും മലയാളം തന്നെയാ. ഞാൻ എപ്പോഴും ഇല്ല. ഡിപ്പെൻസ്. മൂഡ് പോലെ ഇരിക്കും. ബിന്ദു, ഈ ഗ്യാസ് ഓഫാക്കിനോ? ആക്കിക്കമ്മേ. മോനെ, നാരായണി അടുത്ത് പോയില്ലേ? കേട്ടില്ല. നമ്മളെ കാനാശ്ശേരിയിലെ ദാസനാ പറഞ്ഞ് നാരായണി അടുത്ത് പോയിന്ന്. കേട്ട പാടെ ഞാൻ ഏറ്റുകളെ രണ്ടിനെയും വിളിച്ച് ഇറങ്ങി ഓടിയതാ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോനെ. ഇവിടെ ദോശയുണ്ട്. ദോശ വേണ്ട മോനെ. ഭാസ്കര, എൻ്റെ മോനെ കണ്ടിട്ട് എത്ര കാലായി. ഇനി ഞാളെയൊക്കെ മറന്നുല്ലേ? നാരായണ അടുത്ത് എത്ര കാലമായി ഇക്കിടത്തം കിടക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ വന്നു നോക്കും, അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളെന്തിനാ വന്നു നോക്കുന്നത്? വേറെ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾ മാത്രം വന്നു നോക്കണോ? നീ ഒന്നും മിണ്ടാണ്ടിക്ക് ബിന്ദുവോ? ആ, അത് തന്നെ, വെറുതെ വർത്താനം പറയാ. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം, സ്ഥിരമുള്ള സ്വഭാവമായിട്ട്. എപ്പോഴും വിളിക്കുമ്പോൾ എന്നെ ഓടി വരുന്നത്, വേറെ ആരും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ആദ്യം ഒന്ന് നിർത്തിക്കാളി. എൻ്റെ മോനാ? ആ, വാ. ഇത് ദേവകി മുത്തശ്ശി, മുത്തശ്ശിയുടെ മക്കളാ, ഇന്ദു ആൻറ്റി, ബിന്ദു ആൻറ്റി. എടാ മോനെ, അച്ഛൻ ഞാളപ്പരിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ മലയാളമൊക്കെ അറിയോ? പിന്നെ ആശാന്റെ പദ്യം വരെ ചൊല്ലും. ശരിക്കോ? എന്നാ ഒരെണ്ണം ചെല്ലി കേൾക്കട്ടെ. ഹായ്. നേരത്തെ എണീറ്റോ? ആ, അച്ഛമ്മ ഇല്ല. ആക്ച്വലി ആർ യു ഫ്രീ നൗ? എനിക്കൊരു വാക്കിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ അങ്ങനെ അടുത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ. ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനെന്താ പോവാലോ? എനിക്കൊരു 10 മിനിറ്റ്, ഞാൻ റെഡിയായി വരാം. I'll be downstairs then, yeah? എനിക്ക് ഈ ട്രിപ്പിന് വരാനൊരു മൂഡില്ലായിരുന്നു. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ വന്നേ? അച്ഛൻ ഫോഴ്സ് ചെയ്തു.
എനിക്കൊരു നല്ല ചേഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചേഞ്ച്? I was kind of in a bad state there. സംസാരിക്കണോ അതിനെപ്പറ്റി? A few months back, I went through this breakup. ഒരു 5-year long റിലേഷൻഷിപ്പ് ആയിരുന്നു. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയാം. എന്ത് പറ്റിയത്? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. നടുവിൽ ഐ ഡ്രോപ്ഡ് ഔട്ട്. പക്ഷെ അപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു. പിന്നെ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഷീ വെന്റ് ഓൺ ടു ലണ്ടൻ ടു ഡു എ മാസ്റ്റേഴ്സ്. അപ്പോഴും വി കെപ്റ്റ് ഇൻ ടച്ച്. Out of nowhere, I get this call and she says, വേറെ ആരെയും ഇഷ്ടമാണ്. കോൾ അങ്ങനെ തന്നെ വെച്ചു. ഒന്നും പറയാൻ കിട്ടിയില്ല. ആരൊരു പിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തിയ പോലെ. ഈ ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഇതാന്ന് എനിക്കിപ്പോഴും ഇവിടെ കിട്ടി. പറയുമ്പോൾ കൂടെ എന്തോ ഒരു സ്ട്രെയിൻ സെൻസേഷനാണ് ഇവിടെ. ഐ കാൺ ഗെറ്റ് ഓവർ ഇറ്റ്. ഞാൻ പറയുന്ന നിഖിലിന് മനസ്സിലാവോ എന്നറിയില്ല, എന്നാലും പറയാം. അത് കണ്ടോ? എന്ത്? ആ അത് ഇട്. കണ്ണടച്ചേ. ഇനി ഇമാജിൻ ചെയ്യും, നിഖിലിൻ്റെ കയ്യിലൊരു ബട്ടർഫ്ലൈ വന്നിരുന്നു. നിഖിലിന് അതിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറക്കണം. ആൻഡ് യു ലെറ്റ് ഹർ ഗോ. അത് ചിലപ്പോൾ ആകാശത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പൂവിൻ്റെ മേലെ, അതോ അല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ. പക്ഷെ ചിലപ്പോൾ അത് തിരിച്ചു വന്നേക്കാം. നിഖിലിൻ്റെ കൈ അന്വേഷിച്ചു. മേ ബി. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും അത് ഹാപ്പിയായി ഫ്രീ ആയി പറന്ന് നടക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന മൊമെൻറ്റ്സ് നിഖിലിന് എപ്പോഴും ചെറിഷ് ചെയ്യാം. കഴിഞ്ഞു, കണ്ണൂർന്നു. That was really warm. നീ അടുത്തുനിന്ന് ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട്. ശരിക്കും Didn't you mean it?